നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ അറിയപ്പെടുന്ന ഒരു ഫ്ലൂട്ടിസ്റ്റാണ്. സിനി ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലേ ഒരുപാട് വർഷക്കാലം ഇപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു? അതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നാട്ടിലാണല്ലോ നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. നമ്മൾ ലോകത്ത് പോയി എന്ത് നേടിയിട്ടും കാര്യം, പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾ നമുക്ക് ഒരു ആദരവ്, ഒരു സ്നേഹം, ഒരു ആ തരുന്നത് എത്രയോ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിനേക്കാളും ഒരു വലുതാണ്. ഞാൻ വളരെ ഈ സ്നേഹാദരം കിട്ടിയപ്പോഴേ ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് സംതൃപ്തിയോടെയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആദരിക്കാൻ ഇവർ കാണിക്കുന്ന ഒരു എഫർട്ട് എത്രത്തോളം ഒരു അഭിനന്ദനം അർഹിക്കുന്നതാണ്. അത് പറഞ്ഞറിയിക്കാൻ വാക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു, ഒരുപാട് പേര് കലാകാരന്മാർ അറിയപ്പെടാതെ അവരുടെ വീട്ടിനുള്ളിൽ ആ ഒരു സമൂഹത്തിന് പുതിയ കൂടെയാണ്, അവർക്ക് വളർന്നു വരാൻ പറ്റാതെ. പക്ഷെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ കൊച്ചു കലാകാരന്മാരുണ്ടാക്കിയത് തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഇനി അറിയപ്പെടാത്ത ഇനി കലാകാരന്മാരുണ്ട്, അവർക്കും ഇതുപോലെ സ്നേഹാദരം കിട്ടാനും അവർ സമൂഹത്തിനിടയിൽ അറിയപ്പെടാനും ഒരു കാരണമാണിത്. ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ചെയ്യേണ്ട പുതിയ പ്രോജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ചെയ്തത് രമേശ് നാരായൺ സാറിൻ്റെ ഒരു വർക്കാണ്. അതിപ്പം പറശ്ശിനി കടവ് മുത്തപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചിത്ര ചേച്ചി പാടിയോ ഒരു പാട്ട് പുല്ലാങ്കൊണ്ട് വായിച്ചു. അല്ലാതെ എൻ്റെ സ്വന്തം പ്രോഗ്രാംസ് ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളായിട്ട് കണ്ടുമുട്ടാൻ സാധിച്ചതിന് വളരെ സന്തോഷം. താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും താങ്കൾ മീഡിയയ്ക്കും എല്ലാവിധ സെക്കൻഡ് സ്റ്റാർസ് മീഡിയയിലെ ഇന്നത്തെ അവാർഡ് നൈറ്റിൽ സ്റ്റേജ് പെർഫോം ചെയ്യാനെത്തിയ ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ടീച്ചർ പേരെന്താണ്? എന്റെ പേര് യുക്മ അഖിൽ. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. എന്റെ സ്റ്റുഡൻസ്. കാരണം ഞങ്ങൾ അമ്പൂരി നാട്യകല എന്നൊരു ഡാൻസ് അക്കാദമി ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ 10-14 സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അങ്ങനെ ഇത് ഞങ്ങൾ പൊതുവെ പുറത്തു പോയി ഡാൻസ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ടീച്ചർ? എനിക്കൊരു 200-250 പിള്ളേരുണ്ട് മൊത്തത്തിൽ എല്ലാം കൂടെ. നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റാർസ് മീഡിയയിൽ ഇത് ചെയ്യാൻ വേണ്ടി ഏത് പാട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ആദ്യം ഇവിടുത്തെ നമ്മുടെ തെക്കൻ സ്റ്റാർസിൻ്റെ തന്നെ തീം സോങ് ആയിരുന്നു. രണ്ടാമത് ഒരു നാഗവല്ലി സോങ് അത് ചെയ്തു. ഇനി ഇവർക്കൊരു ഫ്യൂഷൻ ഡാൻസ് ചെയ്യണം. അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ കോർത്തിണക്കി പഠിപ്പിക്കാൻ എത്രത്തോളം എഫർട്ടാണ് ടീച്ചർ എടുക്കുന്നത്? പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരൊക്കെയാണ്. രസമാണ് പിള്ളേർ. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന, ഇതിനും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പിള്ളേർ മാത്രമല്ല വീട്ടുകാരും. എൻ്റെ ഏറ്റവും ചെറിയ സ്റ്റുഡൻ്റ് അതാണ്, ഏറ്റവും കളിക്കുന്നതും അതാണ്. തൊഴുന്ന ഇനി അടുത്ത് ഫ്യൂഷൻ ഡാൻസിന് അവളുണ്ട്. തെക്കൻ സ്റ്റാർസിൻ്റെ കൊറിയോഗ്രാഫറാണ് ഞാൻ. അതിനകത്ത് ആൽബം സോങ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കൊറിയോഗ്രാഫറാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ടീമിന് നമ്മുടെ എല്ലാവിധ ആശംസകളും, എന്തായാലും എല്ലാ ഭാവങ്ങളും. താങ്ക് യു. ഇന്ന് തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ അവാർഡ് ഫംഗ്ഷനിൽ ഒരു നാട്ടിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. ഒരുപാട് പുരസ്കാരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇനി അത് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു പുരസ്കാരം എങ്ങനെയാണ്? ഇത് നമ്മുടെ നാടിന്റെ മണമുള്ള ഒരു അവാർഡാണ്. അപ്പോൾ ഈ നാടിന്റെ മണം, പിന്നെ നമ്മളെ നാട്ടിലെ കലാകാരന്മാരെ അടുത്തറിയാൻ, അവരുടെ ആ ഒരു പെർഫോമൻസുകളെ കുറിച്ചും അവരുടെ കലാപരമായ തൊഴിലുകളെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ വേദിയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആരൊക്കെയുണ്ട്, അവരേത് മേഖലകളിലാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് ഈ ഒരു തെക്കൻ സ്റ്റാർസ് മീഡിയാസിന്റെ ആ ഒരു നല്ല ഒരു അതിനെ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. രണ്ടാമത് പിന്നെ സാറിന്റെ സഹപ്രവർത്തകരാണ് അവാർഡ് സമ്മാനിച്ചത്. അവരുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോ പുതുക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതെ, വഞ്ചിയൂർ പ്രവീണനാണ് നമ്മളെ സിനിമ സീരിയൽ നടൻ കാതികൻ വഞ്ചിയൂർ പ്രവീണനാണ് എനിക്ക് അവാർഡ് തന്നത്. അദ്ദേഹവുമായി ഞാൻ ചില സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹവുമായി വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ ഞാനൊരു നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനായും എൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ കാണുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് ശ്രീ വഞ്ചിയൂർ പ്രവീണൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞു. പിന്നെ അതിലേറെ ഉപരി ഒന്ന് പറയാനുള്ളത്, ഈ പുരസ്കാരം എനിക്ക് തന്നിരിക്കുന്നത് കിളിയൂർ മോഹനൻ്റെ ഓർമ്മയ്ക്കാണ്. ആ കിളിയൂർ മോഹനൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു 40 വർഷത്തിന് മുമ്പ് നാടകം കളിച്ച് നാടകം കളിച്ച് പിന്നെ അന്ന് ഇത്തിരി സ്മാളൊക്കെ കഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രസകരമായ ഒരു നാടക കരിയർ ഉള്ള ഒരു മനുഷ്യന്റെ ഓർമ്മയ്ക്കാണ്. അതെനിക്ക് ഭയങ്കരമായ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഈ തുടക്കം പോലെ ഇപ്പൊ 3-4 മണിക്കൂറായി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ. എന്തായാലും
നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ വെള്ളനാട് ദേശത്ത് തെക്കൻ സ്റ്റാർസിന്റെ അവാർഡ് കിട്ടിയ ആ കമ്മിറ്റി അംഗങ്ങളെ എങ്ങനെ കാണും? കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവര് വളരെ നിസ്വാർത്ഥമായ സേവനമാണ്. അവര് ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മകളൊക്കെ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് പ്രാദേശികമായ ഗ്രാമീണ മേഖലകളിൽ കണ്ടിരുന്നതാണ്. പക്ഷെ അതിന്റെ മുഖം ഇതല്ല. അതിന്റെ മുഖം വായനശാലയും ആർട്സ് ക്ലബ്ബുകളുമാണ്. ആ വായനശാലകളും ആർട്സ് ക്ലബ്ബുകളുമാണ് അന്നത്തെ മുഖം. അത് ഇന്ന് ഇതായി മാറി. അപ്പൊ അവര് അന്ന് ഈ ആളുകൾ പിന്നെ സ്വയം വളണ്ടിയറായിട്ട് വന്ന് സമയവും സമ്പത്തും കളഞ്ഞ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അതാണ് ഈ കൂട്ടായ്മ. സംവിധായകനാണ്. നമ്മുടെ തെക്കൻ സ്റ്റാർസ് മീഡിയ ഇന്ന് സെക്കൻഡ് അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു? വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. ഇവരുടെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് അവാർഡ് നൈറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ അവരുടെ ആ ഒരു പ്രത്യേക ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുറെ ബാലാരിഷ്ടതകളുണ്ട് എന്നതുപോലെ ഞാൻ കരുതി കഴിഞ്ഞ വർഷം തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറെ ബാലാരിഷ്ടതകൾ ഉണ്ടാവും എന്ന് കരുതി. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. അവരതിൽ നിന്നൊക്കെ ഒരുപാട് പെട്ടെന്ന് അങ്ങ് ഓവർകം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരു നല്ലൊരു ഇൻസ്പിറേഷനാണ് ഇത് വളർന്നു വരുന്ന കലാകാരന്മാർ. അതൊന്ന്. രണ്ട്, തഴയപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒന്നും അല്ലാതെ ആയിപ്പോയ ഒരുപാട് ഒട്ടനവധി കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ തിരിച്ചു വിളിച്ചൊന്ന് ആദരിക്കുക എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ കിട്ടുന്ന ഒരു വലിയൊരു ബഹുമതി തന്നെ. അപ്പൊ അതിന് എത്രയായിരുന്നാലും തെക്കൻ സ്റ്റാർ മീഡിയയോട് എല്ലാവരും കടപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും. രണ്ടാമത് സാറ് പറഞ്ഞ പോലെ ഇവര് പുതിയ ആൾക്കാർ, അതായത് പല മേഖലയിലുള്ള ആൾക്കാരെ കണ്ടെത്തി ആദരിക്കുന്നു. അതും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ എന്താണ് ഇന്ന് സിനിമ, ഷോർട്ട് ഫിലിം അത്തരം മേഖലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇതിപ്പോ നോക്കുമ്പോ ചെണ്ട, തകില്, കഥാപ്രസംഗം, എഴുത്തുകാര്, നാണപ്പാട്ട്, അപ്പൊ അങ്ങനെ വിവിധ മേഖലകളിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതൊരു തിരിച്ചറിവാണ്, പുതിയ തലമുറയ്ക്ക് ഒരു അറിവാണ്. നമ്മുടെ മീഡിയയോട് സംസാരിച്ചതിന് വളരെ നന്ദി സാർ. തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ ആദരം കിട്ടിയിട്ടുണ്ട്. എന്നാലും വരും വർഷങ്ങളിലും സാറിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ചേർന്ന് താങ്കളൊരു ഡയറക്ടറാണെന്ന് അറിയാം. താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഈ ഒരു തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ എല്ലാമായ സെക്രട്ടറി മിസ്റ്റർ സുദിനം സജീവ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഈ ഒരു തെക്കൻ സ്റ്റാർസിന്റെ രണ്ടാമത്തെ അവാർഡ് നൈറ്റാണ്. എത്രത്തോളം എഫർട്ട് എടുത്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതിപ്പോ ഇങ്ങനെ നോക്കിയാണ് നമ്മൾ ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പ് തന്നെ വളരെ ചിട്ടയോടുകൂടി പ്രോഗ്രാം ചാർട്ട് ചെയ്ത് നമ്മൾ ശരിക്കും വർക്ക് ചെയ്തു പറഞ്ഞാൽ നമ്മളെ വിവിധ മേഖലയിലുള്ള എല്ലാ കലാകാരന്മാരെയും ഉൾപ്പെടുത്തി ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കൂടുതൽ അവസര കലാകാരന്മാരാണത്. അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഏക ഉദ്ദേശമാണ്. പലരും അവരുടെ സാമ്പത്തിക ഭദ്രത കൊണ്ട്, സാമ്പത്തിക ഇല്ലായ്മ കൊണ്ട് പലരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ വളരെ മികച്ച കലാകാരന്മാരാണ്. പക്ഷെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ അവാർഡാണ് ഇപ്രാവശ്യം കൊടുത്തത്. അതുപോലെ തന്നെ പല മേഖലകളിലുള്ളവർക്ക് അവാർഡ് കൊടുത്തു. ഈ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ പല ഈ പറഞ്ഞ പോലെ അംഗീകാരം കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ കണ്ടെത്താൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ഇതിനകത്തുള്ളവരെല്ലാം കലാമേഖലയിലുള്ളവരാണ് കൂടുതലും. ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ പിന്നെ പ്രസിഡന്റ്, രക്ഷാധികാരി എല്ലാം വിവിധ മേഖലകളിൽ വർഷങ്ങളോളം നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളെ കൂടെ വളർന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ കുറച്ച് പേര് വളരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ അതുകൊണ്ടാണ് നമുക്ക് ഇവർക്ക് പലരെ അറിയാം, പല വ്യക്തിബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മളവരെ കണ്ടെത്താനും. ഇനി നമ്മുടെ സംഘടനയുടെ അടുത്ത ഒരു ലെവൽ എന്തായിരിക്കും? നമ്മളിനി അടുത്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം, അതായത് നമ്മളെ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ അവരുടെ ഏത് പ്രൊഫഷനാണോ അതിന് നമ്മൾ മുൻതൂക്കം കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ആ രീതിയിലേക്ക് ഉള്ള ഒരു ശ്രമമാണ് അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാം നടത്തി, അതായത് ഒരു സംസ്ഥാനതല ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഫെസ്റ്റിവൽ നടത്തി. അത് ഇപ്രാവശ്യം ഒക്ടോബർ മാസം നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കലാകാരർക്ക് അതിൽ അവസരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തായാലും വളരെയധികം ഭാവങ്ങൾ, എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഇങ്ങനെ ഒരു എഫർട്ട് എടുത്ത് നടത്തി ഒരുപാട് ആദരിക്കാൻ വെച്ചാൽ ഒരു മനസ്സ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനെല്ലാവരും ഭാവങ്ങൾ. താങ്ക് യു. നമ്മുടെ വാഴ്ചയിൽ വിനോദേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അതിലെ കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, നടനാണ്, എന്തൊക്കെ പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ കൂടെയാണ്. നമ്മുടെ ഇന്ന് ഈ തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ അവാർഡ് വാങ്ങിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? നമ്മുടെ പോലെ ഈ ഗ്രാമപ്രദേശത്തുള്ള കലാകാരന്മാർക്ക്
ഇങ്ങനെ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ സംബന്ധിച്ച് ഈ തെക്കൻ സ്റ്റാർസ് മീഡിയ തന്നത് ഒരു നാഷണൽ അവാർഡ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളു തൊട്ട് ഞാൻ പറയാണ്. നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം അല്ലെങ്കിൽ ഒരു മിമിക്രി കാണിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ആ കലാ ഫീൽഡ് വിട്ടിട്ട് വേറെ എന്തിലോട്ട് തിരിയും. വിനോദ് എന്നെ ആലോചിക്കണം. വിനോദ് നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു ഡയറക്ടറാണ്, എത്രയോ സംഭവങ്ങൾ ചെയ്തു, ഏതെല്ലാം എത്ര വർഷം കൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നു. വിനോദൊന്നും ഇതിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. അങ്ങനെയുള്ള വിനോദിനെ പോലെയും എന്നെ പോലെയുള്ള ആൾക്കാരെ തെക്കൻ സ്റ്റാർസ് മീഡിയ പോലെയുള്ള വലിയ ഒരു സംരംഭം നമ്മളെ വിളിച്ച് ആദരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സ്റ്റാൻലി പുത്തമ്പരയ്ക്കൻ, വിക്രമൻ കെയർക്ക്, അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. കാരണം നമ്മളെപ്പോലെയുള്ള ഒരു എളിയൊരു കലാകാരനെ വിളിച്ച് ആളുകളുടെ മുമ്പ് ഒന്ന് ആദരിച്ചു. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു നാഷണൽ അവാർഡ് തന്നെയാണ്. മിമിക്രി കലാകാരൻ കൂടെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു ഇപ്പോൾ ഞാനിപ്പോൾ ഹിറ്റടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കമലഹാസൻ്റെ കൺമണി അൻപോട് കാതലൻ. കൺമണി അൻപോട് കാതലൻ നാം എഴുതും ലെറ്റർ കടുതമേറിക്കട്ടു പടി. കൺമണി അൻപോടു കാതലൻ ഞാൻ എഴുതും കടിതമേ. പാട്ടാല പഠിച്ചിട്ടിയാ? അപ്പൊ പൊന്മണി വീട്ട് സൗഖ്യമാ? നാം ഇങ്ക സൗഖ്യം പടി. പൊന്മണി ഈ വീട്ടു സൗഖ്യമാ? ഞാൻ ഇങ്ക സൗഖ്യമേ. உங்களை பார்க்கும்போது ஆகாசத்து அம்பளியம்மாவன் மாதிரி என்ன எனக்கு நல்ல ആദരവ് തന്ന തെക്കൻ സ്റ്റാർസ് മീഡിയയിലെ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ ഇപ്പോൾ അജു വർഗീസിൻ്റെ PTA, ജമാലിൻ്റെ പുഞ്ചിരി, ഊഴി, കർത്തവ്യം, നായകൻ പ്രതിയും, മുറ, അങ്ങനെ കുറച്ച് സിനിമകളിൽ ഞാൻ നല്ല ഡയലോഗുള്ള സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം, അനുഗ്രഹിക്കണം. ഈ പാവപ്പെട്ട കലാകാരനും ഈ ഭൂമി വിട്ട് പോകുമ്പോൾ എൻ്റേതായ ഒരു 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 മുദ്ര ഉണ്ടാക്കിയിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏതായാലും വിനോദിനെ കാണാൻ കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ കാണാൻ കഴിഞ്ഞാലും എല്ലാം വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വിനോദ് ദീപാലയ ഇതിന്റെ രക്ഷാധികാരിയും അതുപോലെ തന്നെ അതിലെ കലാകാരനും കൂടെയാണ്. തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ ഈ ഒരു രണ്ടാമത്തെ അവാർഡ് നൈറ്റാണ് സംഘടിപ്പിച്ചത്. എങ്ങനെ നോക്കിക്കാണും? മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ വെള്ളട പഞ്ചായത്ത്, ഈ പഞ്ചായത്തിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള പഴയ കലാകാരന്മാരെയും പുതിയ ആളുകളെയും നമ്മൾ കണ്ടെത്തി അവാർഡ് കൊടുത്തു. ഇപ്രാവശ്യം നമ്മുടെ പ്രദേശത്ത് നിന്ന് കുറച്ചുകൂടെ മാറി വിപുലമായി മറ്റ് പ്രദേശങ്ങളിലുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സമീപ പ്രദേശത്ത് ഇതുപോലെ അറിയപ്പെടാതെ കിടന്ന കലാകാരന്മാർ, പ്രത്യേകിച്ചും നമ്മുടെ ഈ തകില്, ചെണ്ട ഇങ്ങനെയൊക്കെയുള്ള വാദ്യമേഖലകളിലുള്ളവർ, പഴയകാല നടന്മാർ, ഇനി പഴയ നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ ചെറിയ വേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അവരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയ നിരവധി പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്രാവശ്യത്തെ അവാർഡിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് വരുന്ന പ്രോഗ്രാമുകളിൽ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അപ്പം ഓരോ പ്രാവശ്യം ചെയ്യുന്നതിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ജോളിമാ സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു കലാകാരനെ മറ്റൊരു കലാകാരനെ തിരിച്ചറിയാൻ പറ്റും, അവൻ്റെ വിഷമം അറിയാൻ പറ്റും, അവനെ അംഗീകരിക്കാൻ ഒരു മനസ്സ് തോന്നുകയുള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്നുള്ളത് വലിയ ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത് ഇവരെയൊക്കെ കണ്ടെത്താൻ ഒരു വിഷമമുണ്ടായോ? കണ്ടെത്താൻ സത്യത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിനകത്ത് നിൽക്കുന്ന മിക്ക കലാകാരന്മാരും പലയിടത്തു നിന്നും അവഗണന ഏറ്റിട്ടുള്ളവരാണ്. പല മേഖലകളിലും നമ്മൾ പോയിട്ട് നമുക്ക് അവസരങ്ങൾ ലഭ്യമാകാതെ കിട്ടാതെയും ഒഴിവാക്കപ്പെട്ടവർ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് സമൂഹത്തിലെ നിരവധി കലാകാരന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അത് ഒന്ന്. രണ്ട്, ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമിൻ്റെ കമ്മിറ്റികളിലോ വരുന്ന എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട എൻട്രികൾ ഇങ്ങനെ ഞങ്ങൾ തന്നെ പലരെയും എൻട്രി ആയിട്ട് കൊണ്ടുവരികയും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവരെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടവരെയും നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? എൻ്റെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 പാട്ടുണ്ട്. ഒരു 2 ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെ നാടൻ പാട്ടുകൾ, പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി വർക്കുകളുണ്ട്. പിന്നെ അത് പോയിട്ട് ഡിവോഷണൽ വർക്കുകൾ നിരവധി എപ്പോഴും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരക്കുരിശ് എന്ന പാട്ട് ചേട്ടനാണോ? മരക്കുരിശിൽ പിന്നെ അഭിനയിച്ചേക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ബ്രൂസ് ചെയ്തതാണ്. അതെ അതെ അതെ, ബ്രൂസ് എന്ന് പറയുന്ന ചാനലിൽ, അതിന്റെ ചാനലിന്റെ എനിക്ക് നടേശൻ അല്ലേ, പുള്ളി അത് പിന്നെ ആദ്യമായിട്ട് എൻ്റെ പാട്ട് വിഷ്വലിൽ ഞാൻ കാണുന്നതും അത് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു അവാർഡിനായിട്ട് വളരെ നന്നായിട്ടാണ്, വളരെ ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസ. സന്തോഷം. താങ്ക് യു. ഓക്കെ താങ്ക് യു കേട്ടോ. തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ ഒരു സെക്കൻഡ് അവാർഡ് നൈറ്റാണ് ഇന്ന് നടന്നത്. നമ്മുടെ പ്രസിഡന്റ്, എല്ലാമെല്ലാമായ പ്രസിഡന്റ് സ്റ്റാൻലി പുത്തുമ്പുരക്കൽ ചേട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സംഘടന ഇപ്പോൾ വളരെ ഒരു ലക്ഷ്യമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? വളരെ ഗംഭീരമായ ഒരു ചടങ്ങ്. ഒരുപാട് അവാർഡ് നൈറ്റുകളിൽ നമ്മളെപ്പോലുള്ളവർ പങ്കെടുക്കാറുള്ളതാണ്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഈ വെള്ളറട എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ ഉണർത്തിക്കൊണ്ടാണ് ഈ അവാർഡ് നൈറ്റ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. അതിലാദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സംഘാടകരെയാണ്. മികച്ച സംഘാടനം, കൃത്യനിഷ്ഠയോടെയുള്ള അവരുടെ പ്ലാനിങ്, പിന്നെ അടുക്കും ചിട്ടയായിട്ട് വെൽ ഡിസിപ്ലിൻഡായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ അവാർഡ് നൈറ്റുകളിൽ കാണുന്ന ചില അലോസരങ്ങളൊന്നും ഈ അവാർഡ് നൈറ്റിൽ കണ്ടില്ല. എല്ലാവരും ആസ്വദിക്കുകയായിരുന്നു. ഞാനത് പലരെയും ഇവിടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് സംഘടിപ്പിച്ചവർക്ക് വേണം ആദ്യം ഇതിൻ്റെ ഫുൾ മാർക്കും കൊടുക്കാൻ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഉള്ളത് സ്റ്റാൻലിയിൽ ഒരുപാട് റിസ്ക് എടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ 100% സ്റ്റാൻലി ഇതിനോടൊപ്പം, സ്റ്റാൻലി മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനും സഹായിക്കാനും ആളും വേണമല്ലോ. അവരുമൊക്കെ അഹമിഹയ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ സംബന്ധിച്ചതെന്നാണ് എനിക്ക്. പിന്നെ ഇവിടെ വന്ന പ്രേക്ഷകർ, വെള്ളറട പ്രദേശത്തെ ജനവിഭാഗത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ഈ അവാർഡ് നൈറ്റിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നെ അവാർഡ് ജേതാക്കൾ, എല്ലാ ആളുകളെയും ഈ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം സിനിമ, ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സിനിമ അവാർഡ് മാത്രമല്ല, സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള രാഷ്ട്രീയക്കാർ മുതൽ സാംസ്കാരിക പ്രവർത്തകർ മുതൽ കലാകാരന്മാർ വരെ, അതിൽ ചെണ്ട കൊട്ടുന്ന ആളിനെ വരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് തെക്കൻ സ്റ്റാർ മീഡിയയ്ക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അതും ഈ ശാന്തസുന്ദരമായ വെള്ളറട എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് ഇത് സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഒരുപാട് അവാർഡ് നൈറ്റ് നടത്തുന്ന ആളുകൾക്ക് കണ്ടുപഠിക്കാൻ, ഇവരുടെ പ്രവർത്തന രീതികൾ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഘാടകരായിട്ട് ഇവിടെ അതിൻ്റെ മെയിൻ ആൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്റ്റാൻലിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനം ആത്മാർത്ഥമായിട്ട് നേരുന്നു. ഈ ഒരു അഭിനന്ദനത്തെ എങ്ങനെ നോക്കിക്കാണും? വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നമ്മൾ 11 എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതിനോടനുബന്ധിച്ച് 50ഓളം അടങ്ങുന്ന ടീം അംഗങ്ങളുണ്ട്. പിന്നെ 100ഓളം കലാകാരന്മാരും ഉണ്ട് നമ്മുടെ സംഘടനയിൽ. അപ്പോൾ എല്ലാവരുടെ സഹകരണത്തോടു കൂടി സംഭവിച്ചതിന് ഈ സാറിൻ്റെ ഒക്കെ ഉള്ള സപ്പോർട്ട് തീരെ വലുതാണ്. കഴിഞ്ഞ വർഷം ഒരു അവാർഡ് സംഘടിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു വർഷം വളരെ നല്ല രീതിയിൽ സാർ പറഞ്ഞതുപോലെ പല മേഖലയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് സംഘടിപ്പിച്ചു. ഇനി അടുത്തൊരു ലക്ഷ്യം എന്തായിരിക്കും? ഞങ്ങളുടെ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ പ്രാദേശിക കലാകാരന്മാരെ ആദരിക്കുന്നത് ഒരു വർഷത്തിൽ ഒരെണ്ണം. കഴിഞ്ഞ വർഷം 2023 കഴിഞ്ഞു, ഇപ്പോൾ 2024 കഴിഞ്ഞു. പിന്നെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ വിവിധ ഷോർട്ട് ഫിലിം, ആൽബം, ഡോക്യുമെൻ്ററി ഈ ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ച് അതും ഒരു വർഷം പോകുന്നു. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പല ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളുണ്ട്. പിന്നെ സംഘാടന മികവ് കൊണ്ട് നമുക്ക് പല ആൾക്കാരെ നമുക്ക് കയറ്റിവിടാൻ പറ്റും. പിന്നെ അത് കണ്ടുപഠിച്ച് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ സിനിമ മേഖലകളിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതുപോലെ നമ്മൾ ആൽബം, ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കലാകാരന്മാർക്ക് സിനിമയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു മുന്നോടിയുള്ള ചവിട്ടുപടിയാണ് ഈ സംരംഭം എന്ന് പറയുന്നത്. എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒറ്റ ഒരു പ്രാവശ്യത്തോടു കൂടി തീരുന്നതാണ്. ഇതിപ്പോൾ ഇത് 3ാമത്തതാണ്. ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റും 2 പ്രാദേശിക അവാർഡ്. ഈ ഒരു വെള്ളറട എന്ന് പറയുന്ന തെക്കൻ കേരളത്തിൻ്റെ ഒരു ഒതുങ്ങിയ അല്ലെങ്കിൽ അങ്ങ് അറ്റം വന്ന ഒരു മലയോര ഗ്രാമം. ഇവിടെ ഇത്രയധികം കലാകാരന്മാരുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവരിലൂടെയാണ് കേരള സമൂഹം അറിയാൻ പോകുന്നത്.
എത്ര കലാകാരന്മാർ, അത് വളരെയധികം പിന്നോക്കം പോയവരുണ്ട് പ്രായം കൊണ്ട്, അതല്ലേ, കഴിവ് കൊണ്ട് പിന്നോക്കം ആയവരുണ്ട്, കയറിപ്പോയവരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കേരള സമൂഹം അറിയാതെ പോവുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു അവാർഡ് നൈറ്റിലൂടെ അവരെയൊക്കെ ആദരിച്ചപ്പോൾ ഇത് കേരള സമൂഹം തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ അപ്പം ഇതിനകത്ത് ചിലപ്പോൾ പലർക്കും ഇനിയും പുതിയ മേഖലകളും വേദികളും കിട്ടാനായിട്ടുള്ള ഏക ഒരു മാർഗം തന്നെയാണ്. മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ കണ്ടതിലൊരു ഈ പ്രൊഡക്ഷൻ ബോയ് സുരേഷ് പനച്ചമൂട്, അതിൽ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് സിനിമ യൂണിറ്റിന് ഒക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അവരെയൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഈ തെക്കൻ സ്റ്റാർ മീഡിയയുടെ ഒരു വലിയ മനസ്സാണ്. സാധാരണഗതിയിൽ ചായ കൊണ്ടുവരുന്നവരൊന്നും അങ്ങനെ വളരെ കാര്യമായിട്ട് ഗൗനിക്കാറില്ല. ഈ സംഘടനയുടെ മഹത്വം അത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു വലിയ സംഭവമാണ്. ആ പയ്യൻ എന്ത് സന്തോഷത്തോടെയാണ് പോയതെന്ന് പറയും. അയാൾ മാത്രമല്ല, ഞാൻ ചെണ്ടകൊട്ടത്തെ ആൾ, ഇങ്ങനെ ഒരുപാട് ഈ എന്താ പറയുക, കലാരംഗത്ത് താഴെ തട്ടിൽ മുതൽ മേളറ്റം വരെയുള്ള ആളുകളെ ഒരേപോലെ കൈകോർത്ത് പിടിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുന്നത് തെക്കൻ സ്റ്റാർ മീഡിയയുടെ ഒരു വലിയ ഹൈലൈറ്റാണ്. അതാണ് ഇന്നിവിടെ സംഭവിച്ചതെന്ന് വേണം ഒറ്റ വാക്കിൽ പറയാം. എന്തായാലും ഇന്റർവ്യൂ എടുത്ത എല്ലാ ആൾക്കാരുടെയും പറയുന്ന അഭിപ്രായം ഒന്ന് തന്നെയാണ്. കാരണം തെക്കൻ സ്റ്റാർസ് മീഡിയ എന്ന് പറയുന്ന ഈ ഒരു മീഡിയ സൊസൈറ്റി, ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റി വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷാൻ ചേട്ടാ, വളരെയധികം ഭാവങ്ങൾ. ഇനിയും ഈ നിങ്ങളുടെ ഒരു തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾ വാനോളം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീഡിയാസൊക്കെ കുറേ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ വലിയ സഹകരണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് അറിയാം. എന്നാലും ഞാനത് സൂചിപ്പിച്ചത് മീഡിയയുടെ പ്രൊമോഷൻ ഒരുപാട് കലാകാരന്മാർക്കും ഗുണം ചെയ്യും, ഈ സംഘടനയ്ക്കും ഗുണം ചെയ്യും. എല്ലാ ആശംസകളും. താങ്ക് യു. You are watching TV Next. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.